ഇടുക്കി പെരുവന്താനം മതമ്പയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനാണ് മരിച്ചത്. തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ പുരുഷോത്തമനെ കാട്ടാന തട്ടിയിട്ട ശേഷം ചവിട്ടുകയായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പുരുഷോത്തമൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. മതമ്പയിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് മകനൊപ്പം ടാപ്പിംഗ് ജോലികൾക്ക് എത്തിയതായിരുന്നു പുരുഷോത്തമൻ. ടാപ്പിംഗ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കെ മകൻ രാഹുലിന് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു. രാഹുൽ ഓടി രക്ഷപ്പെട്ടെങ്കിലും പുരുഷോത്തമൻ കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ടു. ഇത് ഒന്നാമതെന്ന് പറയുന്ന വനമാണ്. ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്ന ചെറിയൊരു തോട്ടമാണ്. കോട്ടയം പുളിക്കൻ്റെ തോട്ടത്തിലാണ്. അവർ അന്യ സ്ഥലത്ത് നിന്ന് താമസിക്കാൻ വന്നവരാണ് ടാപ്പിംഗ്. പിന്നെ TR&D എന്ന് പറയുന്ന സ്ഥലം വനം പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഒരാന നിന്നാൽ പോലും കാണാത്ത ഒരവസ്ഥയിലേക്കാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഇന്നലെ ഒരു ദിവസം മുമ്പാണെങ്കിൽ ജനവാസ മേഖലയ്ക്കകത്ത് കയറിയാണ് ആനശല്യം ഉണ്ടാകുന്നത്. അത് വേണ്ട നടപടിയായി സർക്കാർ ഉണർന്ന് തന്നെ പ്രവർത്തിച്ച് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അത് ശരിയാണ്. ഗുരുതരമായി പരിക്കേറ്റ പുരുഷോത്തമനെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായിരുന്നുവെന്നാണ് ജനപ്രതിനിധികൾ വ്യക്തമാക്കുന്നത്. അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറേ നാളുകളായിട്ട് ആനയുടെ ശല്യം എന്നും ഉള്ളതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒറ്റയാൻ എല്ലാ ദിവസവും രാത്രി വീടുകളിൽ കൂടെ വരികയും വീടിൻ്റെ മുറ്റത്തും പരിസരവാസികളെല്ലാം ആൾക്കാരെല്ലാം കൊണ്ട് ഭയങ്കര പരിഭ്രാന്തിയിലായിരുന്നു. അപ്പോൾ ഇന്നലെയും നമ്മൾ അതുകൊണ്ട് റേഞ്ചർ ഓഫീസറെ വിളിച്ചു വരുത്തി ആൾക്കാരെല്ലാം കൂടെ കൂടി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും റേഞ്ചർ ഓഫീസറോടും പറഞ്ഞു കൊടുത്ത് അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്നെല്ലാം പറയുകയും ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ RRTയുടെ ഒരു സേവനം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കേൾക്കുന്ന വാർത്ത ഇതാണ്. കാരണം സ്ഥിരമായിട്ട് ഇതാണ് പരിപാടി. ഞങ്ങളൊക്കെ മടുത്തു. നിങ്ങൾ കുറച്ച് ആൾക്കാരോട് ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രാവിലെയാണ് അക്രമം ഉണ്ടായിരിക്കുന്നത്. അത് കൊണ്ടുവന്നപ്പോൾ ഇവിടെ മരണപ്പെട്ടാണ് എത്തിയിരിക്കുന്നത്. അച്ഛനും മോനും കൂടെ ആയിരുന്നു വന്ന് അവിടെ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ആന വന്ന് ഉപദ്രവിച്ചത്. അപ്പോൾ ഇതിനു മുന്നേ തന്നെ ഈ സമാന അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ സോഫിയ എന്നൊരു സ്ത്രീ മരണപ്പെട്ടതാണ്. നമ്മൾ നിരന്തരമായിട്ട് ഇത് പറയുന്നതാണ്. ഒരു ജീവൻ പോകുമ്പോൾ മാത്രം ഒരു പ്രഹസനമാകാതെ ദയവേ ഇത് അവർക്ക് സംരക്ഷണം നൽകേണ്ടതുണ്ട്. അപ്പോൾ അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. കുടുംബത്തിന് ധനസഹായം ഉറപ്പാക്കുമെന്നും മേഖലയിൽ പ്രതിരോധ നടപടികൾ വേഗത്തിലാക്കുമെന്നും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. ആ കുടുംബത്തിന് ആവശ്യമായ സഹായധനം നൽകുന്നതിൽ കാലതാമസമില്ലാതെ തന്നെ നടപടി സ്വീകരിക്കും. മറ്റൊന്ന്, അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി നടത്തേണ്ട അനിവാര്യതയാണ് ഈ സംഭവം നമ്മളെ ഉറപ്പിക്കുന്നത്. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുകളോട് സംഭവസ്ഥലം സന്ദർശിച്ച് ജനങ്ങളുടെ ആത്മവിശ്വാസം ഉറപ്പുവരുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന ആരോപണമാണ് ശക്തമാകുന്നത്. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ KK റോഡ് ഉപരോധിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പുരുഷോത്തമന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ജനം, ഇടുക്കി.